ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യ ചാണക്യൻ. മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പരാമർശിക്കുന്ന നീതിശാസ്ത്രം ചാണക്യൻ എഴുതിയിട്ടുണ്ട്. ഇതിൽ വാർദ്ധക്യത്തെക്കുറിച്ചും ചാണക്യൻ പറയുന്നുണ്ട്. വാർദ്ധക്യത്തെ പിടിച്ചു നിർത്താൻ പലവിധ വഴികൾ പരീക്ഷിക്കുന്നവരാണ് പലരും. ചിലരിൽ ചെറുപ്പത്തിൽ തന്നെ ഉള്ളതിലേറെ പ്രായം തോന്നിപ്പിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. മുടി നരക്കുന്നതും തൊലി ചുളുങ്ങുന്നതുമെല്ലാം വാർദ്ധക്യ ലക്ഷണങ്ങൾ തന്നെ. വാർദ്ധക്യം ഒരാളുടെ ജീവിതത്തിലെ സ്വാഭാവിക മാറ്റമാണെങ്കിലും അകാല വാർദ്ധക്യത്തെ തടയാൻ ചാണക്യൻ പറയുന്ന ചില കാരണങ്ങളിതാ. ചാണക്യൻ ഒന്നാമതായി പറയുന്ന റീസൺ ഇതാണ്: അനാരോഗ്യകരമായ സ്വാദ് നോക്കി മാത്രം കഴിക്കുന്ന ഭക്ഷണ രീതി പ്രായാധിക്യത്തിന് കാരണമാകും. ഈ അമിത ഭക്ഷണ രീതി ഒരാളെ അകാല വാർദ്ധക്യത്തിലേക്ക് തള്ളിയിടുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ റീസൺ ഇതാണ്: സമയം തെറ്റിയുള്ള ഉറക്കം. ക്രമം തെറ്റിയുള്ള ഉറക്കം, അമിത ഉറക്കവും ഉറക്കക്കുറവ് തുടങ്ങിയ മോശം ഉറക്കശീലം ഒരാളെ അതിവേഗം അകാല വാർദ്ധക്യത്തിലേക്ക് തള്ളിവിടുന്നു. ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ റീസൺ ഇതാണ്: പകലുറക്കം. സൂര്യോദയം വരെ ഉറങ്ങുന്നത് ഒരാളെ അകാല വാർദ്ധക്യത്തിലേക്ക് എത്തിക്കും. ഇതുപോലെ പകലുറക്കവും നീണ്ടു നിൽക്കുന്നത് നല്ലതല്ല. ഇവർക്ക് ആയുസ്സും കുറയുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ നാലാമതായി പറയുന്ന റീസൺ ഇതാണ്: അമിതമായിട്ടുള്ള യാത്ര. ദിനചര്യകൾ തെറ്റുന്നതും അമിതമായ യാത്രയുമെല്ലാം തന്നെ പ്രായാധിക്യം തോന്നിപ്പിക്കുന്ന കാരണമാകുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യന്റെ അഞ്ചാമത്തെ റീസൺ ഇതാണ്: പ്രായക്കുറവ്. എന്നാൽ കഠിനാധ്വാനികൾക്ക് പ്രായക്കുറവ് തോന്നിപ്പിക്കുമെന്ന് ചാണക്യ നീതിയിൽ പറയുന്നു. സ്ഥിരോത്സാഹം, വ്യായാമം എല്ലാം തന്നെ പ്രായക്കുറവ് തോന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ചാണക്യൻ പറയുന്ന ആറാമത്തെ റീസൺ ഇതാണ്: മോശം ചിന്തകൾ. നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യന്റെ ഉയർച്ചയും താഴ്ചയും ശാരീരിക സൗന്ദര്യവുമെല്ലാം നിലകൊള്ളുന്നത്. കാരണം നിങ്ങളുടെ ചിന്തകൾ ശുഭമാണെങ്കിൽ ചിന്തകൾക്ക് ശരീരത്തിനെയും നമ്മുടെ ചുറ്റുപാടിനെയും മനസ്സിനെയും ആന്തരിക അവയവങ്ങളെയും വരെ ആരോഗ്യത്തോടെ പരിപാലിക്കാൻ സാധിക്കും. ചിന്തകളിൽ നന്മ നിറയ്ക്കുന്ന, ഉള്ളിൽ ക്രോധത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കനലില്ലാതെ സച്ചിന്തകളാൽ സ്ഥാനം കൊടുക്കുന്ന വ്യക്തികൾ എന്നും ചെറുപ്പമായി ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യൻ പറയുന്ന ഏഴാമത്തെ റീസൺ ഇതാണ്: കുറ്റബോധവും നിരാശയും. കുറ്റബോധം പേറി നടക്കുന്ന ഒരു വ്യക്തി എപ്പോഴും കുറ്റബോധത്താൽ തല കുനിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു. നിരാശയും കുറ്റബോധവുമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കാനോ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താനോ സാധിക്കില്ല. അവർക്കും അവരുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നവർക്ക് പോലും അവരുടെ ജീവിതം ദുസ്സഹമായി തോന്നുന്നു. ഇവരുടെ ജീവിതം നീറി ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ട് കുറ്റബോധവും നിരാശയും വലിച്ചെറിഞ്ഞ് നമുക്കു ലഭിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് സ്വയം പ്രകാശിക്കാൻ കരുത്തരായി തീരണമെന്ന് അദ്ദേഹം പറയുന്നു. ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയം നേരിടേണ്ടി വരില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി.